ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിന്നൂസ് ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓണം ക്ലീനിങ്ങിൻ്റെ പാർട്ട് 1 ഞാൻ 2-3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ. അത്തം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫുൾ ക്ലീനിങ് തീരണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല. മക്കളുടെ എക്സാമും സ്കൂളിലെ ഓണപ്പരിപാടികളും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകലും അങ്ങനെ കുറച്ച് തിരക്കിലായതുകൊണ്ട് പിന്നെ ക്ലീനിങ് അവിടെ നിർത്തിവെച്ചു. മുകൾ ഭാഗത്തെ ക്ലീനിങ് മൊത്തം അന്നത്തെ ദിവസം കൊണ്ട് തീർത്തിട്ട് താഴെയുള്ള ഫ്ലോറാണ് കേട്ടോ നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ മുറ്റത്ത് നല്ല കളിയിലാണ്. ആ നേരം നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിന് നിന്നത്. അവരുടെ വിശപ്പടക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നമുക്ക് ജോലി ചെയ്യാമല്ലോ. അങ്ങനെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നാണ്ട് തുടങ്ങി കേട്ടോ. റൂമിലെ മാറാലൊക്കെ തട്ടി ജനലൊക്കെ തുറന്നിട്ട് പൊടികളൊക്കെ തട്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല ഹൈറ്റ് ഉള്ള ആളായതുകൊണ്ട് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വേണം നമുക്ക് ക്ലീനിങ്ങിന്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ തുടങ്ങി റൂമിലെ പൊടികളൊക്കെ തട്ടിയെടുത്തതിന് ശേഷം കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുന്നത്. പിന്നെ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം പൊടികളുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് അതിൻ്റെ പൊടിക്കൊരു ശമനവും ഉണ്ട്. അങ്ങനെ ജനൽ കമ്പിയിലുള്ള പൊടികളൊക്കെ ഇതാക്കി തുടച്ചെടുത്ത് പിന്നെ മിററിലെ പൊടികളൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ മക്കൾ വന്നാണ്ട് പൗഡർ ഇടലും ലോഷൻ തേക്കലും ബാക്കിയുള്ളതൊക്കെ കണ്ണാടിയിൽ തേക്കലും അങ്ങനെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലുള്ള ടേബിൾ അങ്ങനെ നീക്കാറില്ല എപ്പോഴൊന്നും. പിന്നെ കർക്കിടക സംക്രമത്തിൻ്റെ അന്നാണ് ഡീപ്പ് ക്ലീൻ ചെയ്തത്. പിന്നെ അതിനൊക്കെ ശേഷം ബെഡ്ഷീറ്റൊക്കെ മാറ്റി തട്ടിയെടുത്ത് പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടോ. പിന്നെ ഓണമാകുമ്പോഴും സംക്രമമാകുമ്പോഴും വിഷു ആകുമ്പോഴും പിന്നെ എന്ത് ഫെസ്റ്റിവൽ ആകുമ്പോഴും നമുക്ക് വീട്ടമ്മമാർക്കുള്ളൊരു പ്രത്യേക കാര്യങ്ങളാണല്ലോ അല്ലേ ഡീപ്പ് ക്ലീനിങ്. അതുകൊണ്ട് ചെയ്താലേ ഉള്ളൂ പിന്നെ അതിന് ഒരു സമാധാനമായിട്ടിരിക്കുകയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമായതുകൊണ്ട് അതിൻ്റെ ഒരു കൂടുതൽ ഊർജ്ജം കൂടെ ഉണ്ട്. ഒരു 11 വർഷം നമ്മൾ തറവാട്ടിലായിരുന്നു കേട്ടോ ഓണം ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ വീട് വെച്ച് മാറിയ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഓണത്തിൻ്റെതും ഏട്ടൻ ലീവിന് വരുന്നതിൻ്റെ സന്തോഷവും ഒക്കെ കൂടെ ഏട്ടൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്. അങ്ങനെ റൂമിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി റൂം അടച്ചിട്ടോ. പിന്നെ ലിവിങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഈ സോഫ കുറച്ച് നീക്കിയിടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കുറച്ച് തള്ളി നീക്കിയൊരു സൈഡിൽ വെച്ചിട്ട് പിന്നെ ജനലിലെ പൊടികളൊക്കെ തട്ടില്ല. മക്കൾ മുറ്റത്ത് നല്ല കളിയാണ്. ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. പിന്നെ ഈ സോഫ ഇട്ട മൂലയിൽ നല്ല പൊടിയും ടോയ്സും ഇതൊക്കെ ഇടയിലുള്ളത് ഇപ്പോൾ നീക്കിയിട്ടപ്പോഴാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സോഫയൊക്കെ അരികിലേക്ക് നീക്കിയിട്ട് പൊടികളൊക്കെ തട്ടിട്ടോ. മക്കൾ TV കണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് സോഫയിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊടികളും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അരികിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടിയെടുത്ത് സോഫ ക്ലീൻ ആക്കിട്ടോ. പിന്നെ സോഫയ്ക്ക് നല്ലൊരു ഷീറ്റ് വാങ്ങിയിരുന്നു. പക്ഷെ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റി. ഞാൻ അതിൻ്റെ സൈസ് നോക്കാതെ അങ്ങോട്ട് വാങ്ങിപ്പോയി. അപ്പോൾ എണ്ണം തികഞ്ഞില്ല. പിന്നെ സോഫയൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ട് നമ്മുടെ പൂജാ റൂം നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ സോഫ അവിടെ ഒന്ന് കുടുങ്ങിപ്പോയി. അപ്പോൾ അത് കുറച്ചെടുത്ത പരാക്രമം കൊണ്ട് അത് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മുടെ TVയുടെ യൂണിറ്റാണ് പിന്നെ ക്ലീൻ ചെയ്യുക. അവിടെ നേരത്തെ കാര്യമായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ് കേട്ടോ മുകളിലുള്ളത്. മമ്മൂട്ടി, നവ്യ, സെവാഗ്. ഇത് 3 ഫോട്ടോ വെച്ചതിന് ശേഷമാണ് ഞങ്ങളെ ഫോട്ടോ കൂടെ ഈ വീട്ടിൽ തൂക്കിയിട്ടുള്ളത് ആൾ. അതത്രയും ചെറുപ്പം മുതലേ ഉള്ളൊരു ഫേവറേറ്റ് ആൾക്കാരാണ് അതൊക്കെ തുടച്ചെടുത്ത് പിന്നെ നമ്മുടെ ലിവിങ്ങിൻ്റെ പാർട്ടീഷൻ ഏരിയയാണ് കേട്ടോ. പൊടിയൊക്കെ നന്നായി ഇതിൻ്റെ ഇടയിൽ കൂടെ പൊടിയൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിലേ നടക്കുകയുള്ളൂ. പിന്നെ വീക്കിലി മന്തിലൊക്കെ ഒരു തവണ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള പൊടികളൊന്നും ഇല്ലതാനും. അങ്ങനെ ലിവിങ്ങിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് സോഫയൊക്കെ വിരിച്ചിട്ടു സെറ്റാക്കിട്ടോ. പിന്നെ എല്ലാവരും ഓണത്തിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മക്കൾ കളിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി വന്ന അവനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കേട്ടോ. അപ്പോൾ അവർ ക്യാമറേൻ്റെ മുന്നിൽ കൂടെ ഓട്ടമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അമ്പാടി സിറ്റ് ഔട്ടിൽ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞ് മഴയൊക്കെ ഒന്ന് ചാറിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് മുകളിൽ പോയി കളിച്ചോ എന്നുള്ളത്. താഴെ നിന്ന പൊടിയല്ലേ. അപ്പോൾ പിന്നെ അവരെ 3 പേരെയും മുകളിലേക്ക് മറന്നു വിട്ട് അവിടെ ദിവാങ്കോട്ടൊക്കെ ഇട്ടത് ആ പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടോ. ഇത് പിന്നെ നമ്മുടെ ചെറിയൊരു സ്പേസാണ് ഫോട്ടോസൊക്കെ വെക്കാനുള്ളത്. അധികം ഫോട്ടോസൊന്നുമില്ല, 3-4 ഫോട്ടോസൊക്കെ ഉള്ളൂ. അവിടെയുള്ള പൊടികളും മാറാലൊക്കെ തട്ടി പിന്നെ ചെറിയൊരു എന്താ പറയുക ഷെൽഫ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, ഷൂസും മക്കളുടെ ഷൂസൊക്കെ ഉള്ളൂ. പിന്നെ സ്റ്റെയറിൻ്റെ അവിടെ അടിച്ച് വാരിയിട്ട് താഴോട്ട് കൊണ്ടുവരാം കേട്ടോ.
ഒക്കെ കൂടെ അടിച്ച് വാരിയപ്പോൾ ഡെയിലി അടിച്ച് വാരി തുടയ്ക്കുന്ന വീടാണേ തോന്നില്ല. കാരണം അത്യാവശ്യത്തിന് വേസ്റ്റും പൊടികളൊക്കെ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നു. അങ്ങനെ സ്റ്റെയറിൻ്റെ അടിഭാഗം മക്കളുടെ ടോയ്സും അവരുടെ കുടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സച്ചുട്ട് കുറച്ച് തെർമോക്കോളൊക്കെ കവറിലാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. അതൊക്കെ പാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഒരു ഇതോടുകൂടി ഏകദേശം തീരും എന്നാണ് വിചാരിക്കുന്നത് ക്ലീനിങ്. നമ്മുടെ ഇനി ഓപ്പൺ കിച്ചണും വർക്കിംഗ് കിച്ചണും മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഹാളിൽ ക്ലീനിങ്ങിന് ശേഷം ഞാൻ സച്ചുട്ടൻ്റെ റൂമിലേക്കാണ് ക്ലീൻ ചെയ്തത്. മക്കൾ ഇവിടെ ആയിട്ടൊക്കെ കിടക്കാറ്. മാസ്റ്റർ റൂമിലെയും ഹാളിലെയും ഫാൻ എനിക്ക് തുടയ്ക്കാൻ എത്തില്ല കേട്ടോ. അപ്പോൾ ഞാനത് തുടച്ചിട്ടില്ല. പിന്നെ ഇത് ഞാൻ സൈഡിലുള്ള ബോക്സ് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ടേബിളാണെങ്കിൽ ഇങ്ങനെ ബെഡിൽ കിടന്ന് ആടുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. എങ്കിലും പറ്റുന്ന അത്രയൊക്കെ ഞാൻ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഫാനിലെ പൊടികളൊക്കെ തട്ടിയെടുത്തു കേട്ടോ. അതിൻ്റെ കിച്ചൺ എനിക്ക് വന്നിട്ടാണ് അത് എടുത്ത് തന്നത്. പിന്നെ കണ്ടോ ടേബിൾ നല്ല ഇളകുന്നുണ്ട്. പിന്നെ ഞാൻ അവസാനം അതുമെന്ന് ഇറങ്ങി മക്കളുടെ റൂമിൽ. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ അവരവിടെ വലിച്ചിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് റൂമത്തെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് പിന്നെ ഞാനിങ്ങനെ മീഷോന്ന് അവരുടെ ബുക്കും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണത്. നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായ സാധനം തന്നെയാണ്. അങ്ങനെ പിന്നെ അവരുടെ ബുക്കൊക്കെ വേർതിരിച്ച് ഓരോരുത്തരത് ഓരോ ഷെൽഫിൽ വെച്ചിട്ട് അങ്ങനെ. പിന്നെ ഇത് സച്ചുട്ടനെ പഠിക്കാൻ വേണ്ടിയിട്ട് ABCD ഒക്കെ സൈഡിൽ ഇങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ അത് അവിടെ ഇനി വെച്ച് ശരിയാവില്ല വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് പറിച്ചിളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ റൂമിലെ ക്ലീനിങ്ങും ഏകദേശം തീർന്നു തുടങ്ങി. ബെഡ്ഷീറ്റൊക്കെ പിന്നെ മാറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ 2 റൂമിലെ ക്ലീനിങ്ങും ലിവിങ്ങിലെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞത് അവസാനം ഡൈനിങ്ങിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. അവിടെ കുറച്ച് മക്കളുടെ ട്രോഫികളും ഏട്ടന് അവിടുന്ന് യൂണിറ്റിൽ നിന്ന് പോസ്റ്റിംഗ് വരുമ്പോൾ കിട്ടുന്ന ട്രോഫികളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഷെൽഫും ഒക്കെ പൊടി തട്ടി ഇങ്ങനെ ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അവസാനം അടുത്തൊരു പരാക്രമമാണ് കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ ചെറിയ ആ സ്റ്റൂള് വെച്ചിട്ടാട്ടോ അവിടെയുള്ള ലാമ്പ് തുടയ്ക്കുന്നത്. അത് തന്നെ ഇങ്ങനെ തെന്നി പോകുന്നുണ്ട്. ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ പോലും ലാമ്പിൻ്റെ മുകളിലുള്ള പൊടിയും ചളിയൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. വീഴില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ഇങ്ങനെ നിന്നിട്ടുള്ള പരാക്രമമാട്ടോ ഇതൊക്കെ. പിന്നെ അതും വേഗം കഴിഞ്ഞ് ചെയറിലുള്ള പൊടികളും സൈഡിലൊക്കെ ഇങ്ങനെ മക്കളിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വേസ്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക തന്നെയാണ് കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ പരിപാടി നിർത്തണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇനി നാളെ കിച്ചണും നമ്മുടെ വർക്കിംഗ് കിച്ചണും ഓപ്പൺ കിച്ചണും കൂടെ ക്ലീനിങ് കഴിഞ്ഞാൽ എൻ്റെ ഓണത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ നമുക്കുള്ള ബാക്കി കാര്യങ്ങൾ ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ നോക്കിയാൽ പിന്നെ നമുക്ക് പിന്നെ ചെറിയ നാട്ടിലെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ നാളെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളും എടുക്കണം. പൂക്കള മത്സരമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നാട്ടിലുള്ള പൂവൊക്കെ പറിക്കാൻ പോകണം. ഇപ്പോൾ സ്കൂളിലും എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പൂക്കള മത്സരത്തിന് നമ്മൾ പൂവ് വാങ്ങുന്നത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന വരുന്നത് കൊണ്ട് നാട്ടിലത്തെ പൂക്കളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോൾ. എന്നിട്ട് വേഗം കാശ് കൊടുത്ത് പൂവ് വാങ്ങിയോണ്ട് പൂവിടല്ലേ. അപ്പോൾ അങ്ങനെ നാളെ നമുക്ക് വായനശാലയിൽ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു നാട്ടിലുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടൊരു ഓണാഘോഷ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടിച്ച് വാരി സമാപനത്തിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങൊക്കെ ഏകദേശം തീർത്ത് ഇതാട്ടോ. ലാസ്റ്റ് നമ്മുടെ മാസ്റ്റർ റൂമും മക്കളുടെ റൂമും ലിവിങ്ങും കിച്ചണും ഡൈനിങ്ങൊക്കെ ഏരിയയൊക്കെ ക്ലീനാക്കി ഇന്നത്തെ ക്ലീനിങ് പരിപാടി നിർത്തി വെച്ചു. ഇനി മക്കളെ വേഗം കുളിപ്പിച്ച് ഫുഡ് കൊടുത്തില്ലെങ്കിൽ മഴ നന്നായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.